ഈ കാണുന്നതൊക്കെ ആർക്കൊക്കെയാണ് കിട്ടാൻ പോകുന്നത് എന്നുള്ള എക്സൈറ്റ്മെന്റിലാണ് എല്ലാവരും. കാര്യമായ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ചെയ്യേണ്ടതാണ് കിച്ചൺ ക്ലോസ് ചെയ്യാന്നുള്ളത്. അതുകൊണ്ട് ആദ്യ കലാപരിപാടി ഫുഡ് അടിയാണ്. വിഭവസമൃദ്ധമായ ഫുഡും തുടർന്ന് നല്ലൊരു പ്രഥമൻ പായസവും കുടിച്ച് കിച്ചൺ അങ്ങ് ക്ലോസ് ചെയ്തു. കുട്ടികളെ ഒന്ന് ട്രാക്കിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആദ്യമേ അവർക്ക് ഒന്ന് രണ്ട് പ്രോഗ്രാംസ് ഒക്കെ അറേഞ്ച് ചെയ്തു. അവരൊന്ന് സെറ്റായ ശേഷം ഇന്നത്തെ കാര്യമായ പരിപാടിയിലേക്ക് കടന്നു. വേറൊന്നുമല്ല, ന്യൂ ഇയർ ഫ്രണ്ടിനുള്ള ഗിഫ്റ്റ് ഷെയറിംഗ്. മീമാന്റെ നാട്ടിലെ നല്ലുമ്മാനെ വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത്. നല്ലുമ്മാന്റെ ന്യൂ ഇയർ ഫ്രണ്ട് ആരാണ് എന്ന് കേട്ടപ്പോ എല്ലാവരും ഒന്ന് വേറെ ആരുമല്ല, നല്ലുമ്മാന്റെ പെരിശപ്പെട്ട കനേഡിയൻ മോൻ തന്നെ. ആരാണ് നല്ലുമ്മ, എന്താണ് ഈ മീമാന്റെ നാട് എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്റെ മുന്നേ ഉള്ള ഷോർട്ട് വീഡിയോസ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. പിന്നീട് അങ്ങോട്ട് ഓരോരുത്തരും അവരവരുടെ ന്യൂ ഇയർ ഫ്രണ്ടിനെ വിളിക്കുന്നു, ഗിഫ്റ്റ് കൊടുക്കുന്നു, പൊട്ടിക്കുന്നു, ഒരു മേളം തന്നെ. നമ്മുടെ സ്വന്തം പേര് ആരായിരിക്കും വിളിക്കാൻ പോകുന്നത് എന്നുള്ള ആ ഒരു കാത്തിരിപ്പുണ്ടല്ലോ, അത് വല്ലാത്തൊരു സുഖമാണ്. ഈ ഒരു ഗിഫ്റ്റ് ഷെയറിംഗ് പ്രോസസ് ഉണ്ടല്ലോ, അതൊരു പ്രത്യേക രസമാണ്. അതുകൊണ്ട് ഒരു ഫാമിലിയിൽ ഒരുപാട് പേരുണ്ടെങ്കിലേ ഇങ്ങനെയുള്ളതൊക്കെ നടക്കൂ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചിന്തിക്കണ്ട. 3 പേരെങ്കിൽ 3 പേര്, 5 പേരെങ്കിൽ 5 പേര്, ഇനിയല്ല 10 പേരാണെങ്കിൽ 10 പേര്. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു. ഒരു തവണ ഇതിന്റെ ഒരു രസം അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ എല്ലാ വർഷവും നിങ്ങൾ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു പക്ഷേ ഒരു പ്രായം വരെ അറ്റ്ലീസ്റ്റ് ബർത്ത്ഡേക്കെങ്കിലും നമുക്ക് എല്ലാവരും ഗിഫ്റ്റ് ഒക്കെ തന്നിരിക്കും അല്ലെ. ആ പ്രായം കഴിഞ്ഞാലോ പിന്നെ ആര് തിരിഞ്ഞു നോക്കാൻ? അങ്ങനെ ചിന്തിക്കുമ്പോ വർഷത്തിൽ ഒരിക്കൽ ഇതുപോലുള്ള ന്യൂ ഇയർ ഫ്രണ്ട് ഒക്കെ ഇടുന്നത് ഒരു രസമല്ലേ. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാൾക്ക് നമ്മുടെ പേര് കിട്ടുന്നു, അവരുടെ ഇഷ്ടത്തിന് അവര് നമുക്ക് ഗിഫ്റ്റ് വാങ്ങി തരുന്നു, അത് നമ്മൾ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ഞാൻ ഇങ്ങനെ വെറും വാക്കുകൾ കൊണ്ട് വർണ്ണിച്ചാൽ ആ ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടുമെന്ന് പോലും എനിക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വീടുകളിൽ ഇതുപോലുള്ള ആചാരങ്ങളൊന്നും ഇല്ല എന്നാണെങ്കിൽ വെറുതെ ഒന്ന് തുടങ്ങി നോക്കൂ, പിന്നെ നിങ്ങളെ കൊണ്ട് അത് നിർത്താനേ പറ്റില്ല. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സമ്മാന കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു വലിയ പെട്ടിയെ കുറിച്ചാണ്. ആ വലിയ പെട്ടിയുടെ ഉടമ ഈ കാണുന്ന പർപ്പിൾ ഷർട്ടാണ്. ഇത് ആർക്കാണ് കിട്ടാൻ പോകുന്നത് എന്നുള്ള എക്സൈറ്റ്മെന്റും ആകാംക്ഷയും എല്ലാവർക്കും ഉണ്ടായിരുന്നു. അവസാനം ആ പെട്ടിയുടെ ഭാഗ്യവതി മീമാന്റെ നാട്ടിലെ സീൻതുമ്മയായിരുന്നു. ഗിഫ്റ്റുകൾ കൊടുത്തതിൽ ഒരു 80% ഡ്രസ്സുകൾ തന്നെയായിരുന്നു. ബാക്കിയുള്ള 20%-ത്തിലാണ് ഇതുപോലുള്ള മോപ്പ്, പെർഫ്യൂം, ടോയ്സ്, പാത്രങ്ങൾ ഇതൊക്കെ ഉണ്ടായത്. ഗിഫ്റ്റുകൾ കൊടുക്കാനും വാങ്ങാനും നമ്മളെക്കാൾ എക്സൈറ്റ്മെന്റ് ആയിരുന്നു കുട്ടികൾക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുകയും ചെയ്തു, എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടുകയും ചെയ്തു. കൂട്ടത്തിൽ ഒരാൾ മാത്രം ബാക്കിയായി പോയി. ഈ കാണുന്ന കക്ഷി തലേ ദിവസമാണ് ഖത്തറിന്ന് ലാൻഡ് ആയത്. അപ്പൊ പുള്ളിക്കാരനെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതി നമ്മളെ സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് കക്ഷി ഇപ്പൊ അൺബോക്സ് ചെയ്യുന്നത്. അങ്ങനെ ഇതോടുകൂടി ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയുള്ള വീഡിയോസ് ആയിട്ട് കാണും വരേക്കും ബൈ.